എന്ത് കണ്ണറപ്പേ അനുഭവിച്ച് കാണാൻ പോണം. അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ് കുവൈറ്റിൽ നിന്ന് വരുന്നത്. മലയാളി ഉടമസ്ഥയിലുള്ള ഒരു ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 4 പേർ മരിച്ചു എന്നതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന വിവരം. അതേസമയം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ 30-ലധികം ആളുകളുടെ മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കൊല്ലപ്പെട്ടവരിൽ മലയാളികൾ അടക്കമുണ്ടോ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഉദ്യോഗത്തോടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുവൈറ്റിൽ നമുക്കറിയാവുന്നതുപോലെ വലിയ ചൂട് അനുഭവപ്പെടുന്ന ഒരു സീസണാണ്. തീപിടുത്തമുണ്ടാവുക, അതിനെതിരായ ജാഗ്രതാ പദ്ധതികൾ എന്നിവ അവിടെ നിന്ന് കേൾക്കുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ എന്തുമാത്രം വലിയ ആഴത്തിലുള്ള അപകടമാണ് എന്നാണ് അറിയേണ്ടത്. 40ഓളം പേർക്കെങ്കിലും ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് ആദ്യമായി പുറത്തുവരുന്ന വിവരങ്ങൾ. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമായതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയപ്പെടുന്നില്ല. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലുള്ള വിവരങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അൽ ജസീറ ഇപ്പോൾ 30 പേരെങ്കിലും മരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മലയാളിയുടെ ഉടമസ്ഥയിലുള്ളതാണ് ഇത്. സലീം കോട്ടയിൽ കുവൈറ്റിലും ചേർന്നു. സലീം, ഈ 30 പേരുടെ മരണമൊക്കെ ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? നിഷാദ്, വലിയ അപകടമാണ് കുവൈത്തിൽ നടന്നിരിക്കുന്നത്. നിലവിൽ ആരോഗ്യ മന്ത്രാലയം 4 പേർ മരണപ്പെട്ടതായാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചില വാർത്താ ചാനലുകൾ 30ഓളം പേർ മരണപ്പെട്ടതായി അനൌദ്യോഗികമായി റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. എങ്കിലും നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് മരണപ്പെട്ടവരുടെ സംഖ്യ ഇനിയും ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നിലവിൽ അദാൻ ആശുപത്രിയിൽ 21 പറയൂ. നിലവിൽ അദാൻ ആശുപത്രിയിൽ 21 പേരും, ഫർവാനിയ ആശുപത്രിയിൽ 6 പേരെയും, മുബാറക് ഹോസ്പിറ്റലിൽ 11 പേരെയും, ജാബർ ഹോസ്പിറ്റലിൽ 4 പേരെയും, ഗുരുതരമായി പരിക്കേറ്റ 4 പേരെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആശുപത്രിക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട്. ഒരുപാട് മലയാളികളൊക്കെ ഉള്ള ക്യാമ്പാണോ ഇത്, സലീം? ഇത് മലയാളികളുടെ ഉടമസ്ഥതയുള്ള കുവൈത്തിലെ ഒരു പ്രമുഖ കമ്പനിയുടെ ജീവനക്കാർ താമസിക്കുന്ന 6 നിലയുള്ള ഒരു കെട്ടിടമായിരുന്നു. പുലർച്ചെ 4 മണിക്കായിരുന്നു തീ ആദ്യമായി കണ്ടത്. താഴത്തെ നിലയിൽ തീ വ്യാപിച്ചപ്പോൾ മുകളിൽ നിന്നും ആളുകൾ വെളിയിലേക്ക് എടുത്തു ചാടിയതാണ് അപകട നിരക്ക് ഉയരുവാൻ കാരണമെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. അതോടൊപ്പം തന്നെ പുക ശ്വസിച്ചും നിരവധി പേർ മരണപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തീ പടർന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്.